ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം മൃണാൾജിയുടെ ഹോട്ടലിൽ എല്ലാവരും ചെന്നിട്ട് റിവ്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ പുള്ളിക്ക് നിൽക്കാനുള്ള സമയം കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. കടയിൽ ഭയങ്കര തിരക്കാണ്, അത് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ കാരണം പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് വന്നേക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പം വീഡിയോയ്ക്കകത്തൊന്നും ഈ തിരക്ക് ഹോട്ടലിൽ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ പുള്ളി പറയുന്നത് പുള്ളിക്ക് അവിടെ അക്കൗണ്ട് ഇപ്പം ട്രാൻസാക്ഷൻ കാരണം പൊട്ടിത്തെറിക്കാൻ പോവുകയെന്നാണ് പറയുന്നത്. ആ ഒരു വീഡിയോ ചെയ്തതിനകത്ത് എന്തായാലും വെക്കാൻ പുള്ളി പറയുന്നത്. തള്ളുമ്പം ഒരു മയത്തിലൊക്കെ തെള്ളിക്കൂടായോ എന്നാണ് ചോദിക്കുന്നത്. തെള്ള് പുള്ളിയുടെ കൂടപ്പറമ്പാണ്, പക്ഷേ ഒരു മയത്തിലൊക്കെ തെള്ളിക്കൂടായോ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തോ ചെയ്യാനാ പുള്ളി ഈ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് സംഭവം. ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ പിന്നെ പറയാനൊന്നുമില്ല, ഏതെങ്കിലും ഒരു വാക്ക് പിടിച്ച് പറയുന്നത് പരസ്പര ബന്ധമില്ലാത്ത കാര്യമാണ്. എന്തുവാ പറയുന്നതെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. ആങ്കറുടെ കിളി പോവും ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പുള്ളി ഹോട്ടൽ തുടങ്ങി ആകെ പെട്ടിരിക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പുള്ളി പറയുന്നത് കാശെണ്ണാൻ ആളെ വേണം, പിന്നെ കാശെണ്ണാൻ ആളെന്തിനാ, അത്രയും പൈസ വരുന്നെങ്കിൽ ഒരു മിഷ്യൻ മേടിച്ചാൽ പോരെ. അതല്ല, പുള്ളിക്ക് പൈസ ഒരുപാട് വന്നിട്ട് അങ്ങോട്ട് നിൽക്കാൻ വയ്യ, അതുകൊണ്ട് ഒരു കാശെണ്ണാൻ ഒരു ജോലിക്കാരെ ആവശ്യമുണ്ട്. പിന്നെ പുതിയ പുതിയ സൈറ്റുകൾ ഏതാണ്ട് 10-30 ഷോപ്പ് തുടങ്ങണം. അതിന് പുതിയ പുതിയ സൈറ്റ് കണ്ടെത്തി കൊടുക്കുന്നവർക്ക് പൈസ കൊടുക്കും, കമ്മീഷൻ തരാം. അങ്ങനെയുള്ള കുറേ വീഡിയോകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വീഡിയോകൾ പുള്ളി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പുള്ളി ഈ പുറത്ത് കിടക്കുന്നതൊന്നും അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി എനിക്ക് ആരെങ്കിലുമൊക്കെ ഇനി പറഞ്ഞു കൊടുത്തതാണ് നല്ല മുമ്പോട്ട് ഇതാണെന്നുള്ളത്. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ, പുള്ളി ആ ഒരു കൺസെപ്റ്റ് നല്ലയാ. പിന്നെ നമ്മുടെ ഇപ്പോൾ 50 രൂപ ഉള്ളെങ്കിൽ 50 രൂപയ്ക്കുള്ള ഭക്ഷണം മേടിച്ച് തിന്നാം, 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയ്ക്ക് മേടിച്ച് തിന്നാം, പിന്നെ 2000 രൂപ ഉണ്ടെങ്കിൽ 2000 രൂപയ്ക്ക് തിന്നാം. അതൊക്കെ നല്ല കാര്യം തന്നെ. നമ്മൾ നല്ലതെന്ന് പറയണമല്ലോ, മോശം കാര്യം മോശമെന്ന് പറയുകയും വേണം. പക്ഷേ ഈ പുള്ളിയുടെ ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. പുള്ളി നാക്കടച്ച് വെച്ച് ഉള്ള ബിസിനസ് മാന്യമായിട്ട് നടത്തിക്കൊണ്ട് പോവുക, ഈ തെള്ള് ഒഴിവാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഹെയ്റ്റേഴ്സ് കുറച്ച് കുറയും, മാന്യമായിട്ടുള്ള കച്ചവടം ചെയ്ത് മുമ്പോട്ട് പോകാം. പുള്ളി എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ പല ഹോട്ടലുകളിലും പണ്ട് മുതലേ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് പേരെ കുറ്റം പറഞ്ഞ് അത് കാരണമായിട്ട് ഹോട്ടൽ പൂട്ടിപ്പോയി ഒത്തിരി പേരുണ്ടെന്ന് ഇപ്പം വീഡിയോകൾ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കച്ചവടം ഡൗൺ ആയി പോയവരുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ മനസ്സിലായി അതിനകത്തെ ബുദ്ധിമുട്ടുകൾ, പ്രായോഗികമായിട്ട് അത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. എല്ലാ കാലത്തും എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പം ഒരു കല്യാണ വീട്ടിൽ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയി, അവിടെ ഒരു 3000 പേര് വന്ന് അവരെനിക്ക് അഭിപ്രായം ചോദിച്ചാൽ കുറച്ച് പേര് പറയും കുഴപ്പമില്ല, കുറച്ച് പേര് പറയും ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് പേര് പറയും അടിപൊളിയാണെന്ന്. കാര്യം ഭക്ഷണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് ആപേക്ഷികമാണ് ഓരോ വ്യക്തികളെ അനുസരിച്ച്. അത് ഓരോ ഫുഡും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടും. അപ്പം പുള്ളിയുടെ വ്ളോഗിലൊക്കെ പണ്ട് നഖശികാന്തം വന്നങ്ങ് അടച്ചാക്ഷേപിച്ചിരുന്നതായിരുന്നു ഹോട്ടലുകാരെ. അപ്പോൾ അതൊക്കെ ഒരു മയത്തിലായിരുന്നെങ്കിൽ ഇത്രയും ഒരു പ്രശ്നം വരുന്നില്ല. പുള്ളിയെ സംബന്ധിച്ച് പുള്ളി അത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സംസാരിച്ചതിൻ്റെ പേരിലാണ് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായത്. ഇപ്പം ഈ പുള്ളിക്ക് ഹോട്ടൽ തുടങ്ങിയപ്പം അവർ പിന്നെ വെറുതെ ഇരിക്കുമോ? അവരും വരും, വന്ന് കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം പറയും. അവർ ചിലപ്പോൾ കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെന്ന് പറയും, ചിലപ്പം ജെന്യൂനായിട്ടുള്ള ഫീഡ്ബാക്കും ചെയ്യും കേട്ടോ. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഹോട്ടലിൽ കുറച്ച് പേരൊക്കെ പറയുന്നത് പിന്നെ ഈച്ചയുടെ ഇഷ്യൂവും പിന്നെ ഈ ക്വാണ്ടിറ്റി കുറവാണെന്നുള്ളതും പിന്നെ ഈ ക്യൂ നിൽക്കുന്ന ആ ഒരു സംഭവവും അതിനെക്കുറിച്ചൊക്കെയാണ്. ഭക്ഷണമൊക്കെ അത്യാവശ്യം ബിരിയാണി പുള്ളി പറയുന്നത് പുള്ളിയുടെ ആണ് ഭയങ്കര അടിപൊളി ബിരിയാണി എന്നൊക്കെയാണ്. അത് ചുമ്മാ ആണ് കഴിച്ചവരെല്ലാം പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, ഒരു ആവറേജ് ബിരിയാണിയേ ഉള്ളൂ. പക്ഷെ ഭക്ഷണങ്ങളൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, നല്ല ഭക്ഷണമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം പുള്ളിയെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവരുടെ ഭക്ഷണം പിന്നെ അവരുണ്ടാക്കുക, അത് കൊടുക്കുക, ഈ തെള്ള് മറ്റ് ഇൻ്റർവ്യൂവിലൊക്കെ പറയാതിരിക്കുക.
മാന്യമായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ബിരിയാണി കേരളത്തിലെ ഏറ്റവും നല്ലത് ഞങ്ങളുടെയാണ്, ഏറ്റവും കൂടുതൽ ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെയാണ്, ഏറ്റവും കൂടുതൽ പിന്നെ ബിരിയാണി പോകുന്നത് ഞങ്ങളുടെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എൻ്റെയൊക്കെ നാട്ടിൽ ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലത്തെ ബിരിയാണി വിൽക്കുന്ന കടകളിൽ തന്നെ ഒരു ദിവസം ഭയങ്കരമായ കച്ചവടമായിരിക്കും നടക്കുന്നത്. അപ്പോൾ അത് പുള്ളി അങ്ങനെ പറയുന്നത് ശരിയല്ല. അപ്പോൾ അതൊക്കെ പുള്ളിക്ക് വിനയായിട്ട് തന്നെ വരുത്തേ ഉള്ളൂ. അതുകൊണ്ട് പുള്ളി കഷ്ടപ്പെട്ട് ഒരു ഹോട്ടലിലൂടെ ആരായാലും ആ കഷ്ടപ്പാട് തന്നെയാണ്. അപ്പം കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. മനഃപൂർവ്വം ആരും അതിനെ തകർക്കാൻ ശ്രമിക്കല്. കഴിക്കുക, പിന്നെ ജെന്യുവനായിട്ടുള്ള ഇത് അഭിപ്രായം പറയുക, നല്ലതെങ്കിൽ നല്ലത്, ചീത്തയെങ്കിൽ ചീത്ത. അപ്പോൾ പുള്ളിയുടെ ചെറിയൊരു വീഡിയോ ഇപ്പം ഷോർട്ട് വീഡിയോ വന്നപ്പോൾ ഉണ്ട്. പുള്ളി അതിനകത്ത് പറയുന്ന ഇവിടെ ഒന്ന് ഞാൻ വെച്ചേക്കാം, അതൊന്ന് കണ്ടിട്ട് നമുക്ക്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എൻ്റെ സ്ഥാപനത്തിനെ പറ്റിയിട്ടും എന്നെ പറ്റിയിട്ടും ഒക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ ബാധിച്ചു. അപ്പോൾ ഞാനൊരു ലൈവ് ചെയ്തപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് അറിഞ്ഞത്. അതിനുശേഷം 1-2 ഇൻ്റർവ്യൂസ് ഒക്കെ ആൾക്കാർ ചോദിച്ചു. ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു, അല്ലാതെ ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകല്ലേ, അപ്പം നമ്മളിത് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഞങ്ങളെ ശരിക്കും ബാധിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ കച്ചവടം വളരെ പ്രതീക്ഷയിനേക്കാളും വളരെയധികം കൂടി. ഇപ്പം ഞങ്ങളുടെ ബാങ്കിലൊക്കെ ട്രാൻസാക്ഷൻ ലിമിറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് എല്ലാം ഭീകരമായിട്ട് കൂടിയിട്ട് ഇന്നലെ രാത്രി ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി. ഇന്നിപ്പോൾ ആ ബാങ്കിലെ ആൾക്കാരും ഒക്കെ ഇപ്പം നടക്കുന്നുണ്ട്. എക്സ്ട്രാ വെരിഫിക്കേഷൻ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇത്രയധികം ഇത് ഉണ്ടാവുന്ന അവരും വിചാരിച്ചില്ല, നമ്മളും വിചാരിച്ചില്ല. എനിവേ, ഓരോരോ വിഷമതകളെ. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും വീഡിയോ വ്ളോഗിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഏതിലാന്ന് വെച്ചാൽ താല്പര്യമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ സ്ഥാപനത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യു ആർ വെൽക്കം ടു ഡു ദാറ്റ്. 9959930055 വാട്സാപ്പ് ചെയ്തോളൂ. നിങ്ങൾ ചിലപ്പോൾ അത് ഫ്രീ ആയിട്ടായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബാർട്ടർ സിസ്റ്റം ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യായിരിക്കും വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ കാശിനായിരിക്കും ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു, ഈ നമ്പറിലേക്ക് പറഞ്ഞാൽ മതി. പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും പ്രശ്നമല്ല. നമുക്ക് വേണ്ട പോലെ നോക്കിയിട്ട് ചെയ്യാം. ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം. ഒരു പുതിയ പേഴ്സ്പെക്റ്റീവ് അല്ലേ. നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലോ, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണല്ലോ ഇന്നത്തെ ആളുകൾ ചിന്തിക്കുന്നത്. പിന്നെ മനസ്സിനാണ് പ്രായം, അല്ലാണ്ട് ശരീരത്തിനല്ല. അത് പറയുമ്പോൾ അങ്ങനെ പറയാം. എൻ്റെ മനസ്സിപ്പോഴും ഒരു 9 വയസ്സുകാരൻ്റെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ഉള്ള പുള്ളി ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 9959930055 വാട്സാപ്പ് ചെയ്തു കേട്ടോ. താങ്ക് യു. ഇപ്പൊ ഇതിനകത്ത് പുള്ളി 2 കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ളത്. ഒന്ന്, ആദ്യമേ അങ്ങ് പറഞ്ഞു, എൻ്റെ ഹോട്ടലിൽ ഭയങ്കര ഹൈപ്പ്, പിന്നെ തിരക്ക് കാരണം ഒന്നും വയ്യ, അക്കൗണ്ട് ഫ്രീസായിട്ട് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് ഒരു അക്കൗണ്ട് എത്ര രൂപ ട്രാൻസാക്ഷൻ നടന്നാലായിരിക്കും ഫ്രീസാകുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുന്നത്. അതൊക്കെ നമുക്ക് ഒരു ഏകദേശ ധാരണയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഇതിലും വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഹോട്ടലുകൾക്കൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടാണ് പുള്ളിയുടെ സ്ഥാപനത്തെ അത്രയും വലിയൊരു ബുദ്ധിമുട്ട് തിരക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മറ്റൊരു കാര്യം, അവിടെ നിൽക്കട്ടെ. പിന്നെ പുള്ളി പറയാതെ പറയുന്നൊരു സംഭവമുണ്ട്, പ്രമോഷന് വേണ്ടി ആൾക്കാരെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി അതൊരു ലാഘവത്തോടെ, നിങ്ങൾക്ക് വരുന്നെങ്കിൽ വരാം, നമ്മുടെ ഷോപ്പിൽ വരാം, വന്ന് പിന്നെ റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാം. വ്ളോഗർമാരെ പറയാതെ നൈസായിട്ട് വിളിക്കുകയാണ് പുള്ളി. അതായത് പെയ്ഡ് പ്രമോഷന് വേണ്ടി പുള്ളിയുടെ ഷോപ്പ് ഒന്ന് പ്രമോഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം പുള്ളിക്ക് ഈ റിവ്യൂ എല്ലാം കൂടെ വന്നത് കച്ചവടത്തെ നല്ലപോലെ ബാധിച്ചപ്പോഴുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി നൈസായിട്ട് ഇനി ഇച്ചിരി പെയ്ഡ് പ്രമോഷനൊക്കെ ചെയ്യിച്ചൊന്ന് പൊക്കിക്കൊണ്ട് വരണം. അതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പാണ് ഇത്. ആ ഒരു വർത്തമാനമാണ് പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ ഒരു സംസാരം അറിയാല, എനിക്കെന്തോ വന്നാലും ഒരു കുഴപ്പമില്ല, മനസ്സ് വേറെ ആണെങ്കിലും പുറത്ത് എനിക്കെന്തോ സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, ഞങ്ങളങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ഇതാണ് എന്നുള്ള രീതി പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഒരു നാക്കിൽ എല്ലാവരെയും വ്ളോഗർമാരെ അങ്ങോട്ട് വിളിച്ചേക്കുക റിവ്യൂ ചെയ്യാൻ വേണ്ടി.
അപ്പം പുള്ളിക്ക് എങ്ങനെയും ഒന്ന് അതൊന്ന് കരകയറ്റി എടുക്കണം. അതാണ് പുള്ളിയുടെ ലക്ഷ്യം. എന്തായാലും കഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സാണ് അത്. നമ്മൾ തകരണമെന്നൊന്നും നമ്മൾ പറയത്തില്ല. നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക, നല്ല രീതിയിൽ പെരുമാറുക, കസ്റ്റമറുടെ റിവ്യൂ അതെന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അതല്ല ഞങ്ങൾ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ട് എന്ന് പറഞ്ഞിരിക്കാതെ അത് അക്സെപ്റ്റ് ചെയ്യുക, അതനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുക, നല്ല രീതിയിൽ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പം വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം വീണ്ടും കാണാം. താങ്ക്